നമസ്കാരം, അസ്സലാമു അലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ഹീന സുധീർ. പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ വെയിറ്റ് കുറയാത്തതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? വെയിറ്റ് കുറയാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, നമുക്ക് തന്നെ അറിയാവുന്ന കാരണങ്ങളാണ് പലതും. എന്നാലും ഞാനൊന്നുകൂടെ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ആണ്. ഭക്ഷണം ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഒരു ദിവസം കഴിച്ചു എന്ന് വെച്ചൊന്നും പെട്ടെന്ന് വെയിറ്റ് ഒന്നും കൂടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ഏകദേശം ഒരാഴ്ചയെങ്കിലും കറക്റ്റായിട്ട് പുറത്തുനിന്ന് ഫുഡ് മുടങ്ങാതെ കഴിക്കുന്നുണ്ട്. അത് എപ്പോഴും ജങ്ക് ഫുഡ്, ബർഗർ, പിസ്സ, ഷവായ, അതുപോലെ മന്തി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെഗുലറായിട്ട് നിങ്ങൾ കഴിക്കുകയാണ് എങ്കിൽ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കൂടി വരും. പലരും പറയാറുണ്ട് ഈ ഗ്രിൽഡ് ചിക്കനൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നതിനെ പറ്റി. ഇത് മിക്കവാറും ഈ സ്കിന്നൊന്നും റിമൂവ് ചെയ്യാത്ത ചിക്കനിൽ നന്നായിട്ട് കൊഴുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിലെന്തായാലും വെയിറ്റ് കൂടും, അത് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യം. പിന്നെ എന്തായാലും അതിൽ മസാലകൾ എല്ലാം അത്ര ഹെൽത്തി ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കൂടാനുള്ള സാധ്യതയാണ് വളരെ കൂടുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് ക്ലയൻസ് വരാറുണ്ട്. ഇപ്പോൾ വരുന്ന ക്ലയൻസ് ചിലരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഗൾഫിൽ ഇപ്പോൾ മോളുടെ അടുത്ത് പോയി നിന്നിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നിന്നിട്ട് വന്നപ്പോൾ പെട്ടെന്ന് വെയിറ്റ് കൂടി വേണമെന്ന്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുന്നത്? ഇങ്ങനെ കൂടുന്നത് അവിടുത്തെ ഭക്ഷണം റെഗുലറായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക. കാരണം വിസിറ്റിങ്ങിനൊക്കെ പോകുന്നവർക്ക് അറിയാൻ പറ്റും, എപ്പോഴും പുറത്തുനിന്നായിരിക്കും ഓൾമോസ്റ്റ് കഴിക്കുന്നത്. അവർ കുക്ക് ചെയ്തൊന്നും കഴിക്കാനൊന്നും നിൽക്കത്തില്ല. 1-2 മാസത്തേക്ക് പോയിട്ട് പിന്നെ എന്തിനാ കിച്ചണിൽ കയറുന്നതെന്ന് വിചാരിച്ചിട്ട് മിക്ക ദിവസവും പുറത്തുനിന്നായിരിക്കും പല പല ഫുഡ് ട്രൈ ചെയ്ത് നോക്കും. അപ്പം നന്നായിട്ട് വെയിറ്റ് കൂടുകയും ചെയ്യും. അങ്ങനെയാണ് പലരും നാട്ടിൽ വരുമ്പോൾ വെയിറ്റ് കൂടിയിട്ട് പിന്നെ ഡയറ്റും കാര്യമൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് കൂടാം. നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ എന്ന് വേണം പറയാൻ. ഫുഡ് ഹാബിറ്റ് മാത്രമല്ല, വർക്കൗട്ടിലുള്ള കുറവ്. അപ്പം നിങ്ങൾ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. പലരും പറയുന്ന ഒരു കാര്യമാണ്, ജിമ്മിൽ പോകുന്നുണ്ട് പിന്നെന്താ വെയിറ്റ് കുറയാത്തത്. ജിമ്മിൽ 1 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം മുഴുവൻ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുകയുള്ളൂ, ഒരിക്കലും കുറയില്ല. നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് വെയിറ്റ് കൂടുക എന്ന് പറയുന്നത് കൂടത്തില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യേണ്ടത് നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക, സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് ലീഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ വീട്ടിൽ ഉള്ളവർ, ഇപ്പോൾ ജോലിക്കൊന്നും പോകാത്ത വീട്ടമ്മമാർ, ചിലർ വീട്ടിൽ സെർവൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ സമയവും ഇവർ വെറുതെ ഇരിക്കുകയായിരിക്കും. എന്നിട്ട് ഇവർ 1 അവർ ജിമ്മിൽ പോകും. അപ്പോൾ ജിമ്മിൽ പോയി വന്നിട്ട് ഫുഡ് ഹാബിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പോലും വെയിറ്റ് കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സമയം സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറെ സ്ഥലത്ത് ഇരിക്കാനല്ല കേട്ടോ പറയുന്നത്. ഒരു സ്ഥലത്ത് നിങ്ങളിപ്പോൾ ഒരു അരമണിക്കൂർ ഇരുന്നതിന് ശേഷം എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് നടക്കുകയും ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒരു ടൈപ്പ് ഒരു ആക്ടിവിറ്റി ചെയ്യുക. അതിനുശേഷം വന്നിരിക്കുക. ഒരു സിനിമ കാണുകയാണെങ്കിൽ പോലും ഒരു 2.5 മണിക്കൂറൊക്കെ ഉണ്ടാവുമല്ലോ ഒരു മൂവി. അതിൻ്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്യുക. വീട്ടിലാണെങ്കിലും കേട്ടോ, തിയേറ്ററിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വീട്ടിലാണെങ്കിൽ സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെ ഇരിക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ ഞങ്ങളൊരു ഡയബറ്റിക് ഡേക്ക് പുറത്ത് ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, ഒരു അവയർനെസ് പ്രോഗ്രാമിന് പോയപ്പോൾ മിക്കതും ഈ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്ന മെയിൻ പ്രശ്നം, അവർക്ക് ഫാറ്റ് ലിവറിൻ്റെ ഇഷ്യൂ എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക് എംപ്ലോയീസിനും ഫാറ്റ് ലിവറിൻ്റെ ഇഷ്യൂ കാണുന്നുണ്ട്. ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ. ആകെ വളരെ കുറവ് ആളുകൾക്ക് മാത്രമേ ഫാറ്റ് ലിവർ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും ഫാറ്റ് ലിവറിൻ്റെ ഇഷ്യൂ. അവർ ഫുഡ് ഹാബിറ്റ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫാറ്റ് ലിവർ വരുന്നത്? ഇരുന്നുള്ള വർക്കാണ് കൂടുതൽ, ഒട്ടും അനങ്ങാൻ പറ്റത്തില്ല അവർക്ക് സീറ്റിൽ നിന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഫാറ്റ് ലിവർ എന്തായാലും വരും. അപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ് മെയിനാണ്. ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ മെയിനായിട്ട് വെയിറ്റ് കൂട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആക്ടിവിറ്റി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടി വരും. പല അസുഖങ്ങളും, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സൈഡ്. ഇനി കുറേ ഡെഫിഷ്യൻസീസ് ഉണ്ട്, അതായത് ഹോർമോൺസിൻ്റെ കുറേ ചേഞ്ചസ് ഉണ്ടാവും ചില സമയങ്ങളിൽ. ചിലർക്ക് PCOD ഉള്ളവരുണ്ടാവും, ഫൈബ്രോയിഡ്, യൂട്രസിൻ്റെ ഉള്ളിൽ ചെറിയ മുഴ പോലെ ഫൈബ്രോയിഡ് ഉള്ളവരുണ്ടാവും. അതുപോലെ മെനപ്പോസിൻ്റെ ടൈം ആകുമ്പോൾ, പീരീഡ്സ് നിൽക്കാനാകുന്ന ടൈം ആകുമ്പോൾ വെയിറ്റ് കൂടി വരും. കാരണം എന്താ? ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണം. അതുപോലെ പീരീഡ്സ് ആകുന്ന കുട്ടികൾക്ക്, ഈ ടീനേജ് ഏജ് ഗ്രൂപ്പിൽ പീരീഡ്സ് ആകുന്ന പെൺകുട്ടികൾക്ക് ആ സമയത്ത് പെട്ടെന്ന് വലുപ്പം വയ്ക്കുന്ന കണ്ടിട്ടില്ല.
പെട്ടെന്ന് നമുക്ക് വലുതാവും. അതിന് വെയിറ്റൊക്കെ കൂടി നമ്മൾ അപ്പോഴേ ഒരു കുട്ടിത്തം നിറഞ്ഞൊരു മുഖത്തോടെ നമ്മൾ കണ്ടിട്ട് പെട്ടെന്നൊരു ചേഞ്ച് വരും കുട്ടികൾക്ക്. അതെന്തുകൊണ്ടാണ്? ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ട്. അപ്പം അങ്ങനെയുള്ള ഇംബാലൻസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. മെനോപോസിൻ്റെ ടൈമിലുണ്ടാവുന്നത്, അതുപോലെ പീരീഡ്സിൻ്റെ ടൈമിലുണ്ടാവുന്ന പെട്ടെന്നുള്ള ഒരു വെയിറ്റ് ഗെയിനൊക്കെ 1-2 മാസങ്ങൾ കൊണ്ട് ഓക്കെ ആവും. ഫൈബ്രോയിഡും PCOD ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മെഡിക്കേഷൻ എടുക്കാം. ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കേണ്ടതും വർക്കൗട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ അതിനൊക്കെ വേറെ ഡയറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫൈബ്രോയിഡ് PCODക്കൊക്കെ വേറെ സ്പെഷ്യൽ ഡയറ്റ്സ് ഒക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ടൊക്കെ ഫോളോ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നതാണ്. പിന്നെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വെയിറ്റ് കൂടും. വൈറ്റമിൻ D3 എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം. വൈറ്റമിൻ D3 കുറവുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുൾ ബോഡി പെയിൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ D3 ഒന്ന് ചെക്ക് ചെയ്യാം. കുറവുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കണം. ഡയറ്റിൽ നിൽക്കില്ല, എന്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻ്റ് എടുക്കണം. അതുപോലെ തൈറോയിഡ് TSH ഒന്ന് നോക്കിയാൽ മതിയാവും. TSH നോക്കിയിട്ട് അബ്നോർമൽ ആണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻസ് എടുക്കേണ്ടി വരും. T3 T4 ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. 3 ചെക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ അതിന് കുറച്ച് പൈസ ഉണ്ട്, അപ്പോൾ അത് ഇല്ലാത്തവർ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ TSH മാത്രം ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് അവരുടെ അഭിപ്രായം തേടാവുന്നതാണ്. ആക്ടിവിറ്റി മാത്രം പോരെ എന്ന് പലരും ചോദിക്കും. ആക്ടിവിറ്റി മാത്രം പോരാ. ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു റെഗുലറായിട്ട് ഇങ്ങനെ പോവുക, വെയിറ്റ് അധികം കൂടാതിരിക്കുക, അതിന് വേണ്ടിയിട്ട് ഉപകരിക്കും. പക്ഷേ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ബോഡി പാർട്ടിലെ കാലറി ബേണിങ്ങിന് ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ടാണ്. ഏത് തരം വർക്കൗട്ടും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാലുവേദന മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് എപ്പോഴും സ്റ്റെപ്പ് ഇറങ്ങി നടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച വർക്കൗട്ട് ഒരു പേഴ്സണൽ ട്രെയിനർ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും ഏത് തരം വർക്കൗട്ടാണ് നിങ്ങൾക്ക് സൂയിറ്റബിൾ എന്ന് കണ്ടിട്ട് ചെയ്യാം. പലരും ഈ ഓർബിറ്റർക്കൊക്കെ അത് ചവിട്ടിയിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. കാരണം ഇവർ ഹെവി ആയിട്ട്, അവർക്ക് മുട്ടുവേദന ഓൾറെഡി ഉണ്ടാവും, പിന്നെ ഹെവി ആയിട്ട് ഇവർ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഒരു വാക്കിങ്ങിന് പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഒരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് മൈൻഡിൽ ഒരു വർക്കൗട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ജിമ്മിൽ പോകുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ജിമ്മിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ആൾ 1-2 ദിവസം പോകും, പിന്നെ പോകത്തില്ല. ഇപ്പോൾ വീട്ടിൽ നിങ്ങൾക്കിപ്പോൾ ഡാൻസ് ഇഷ്ടമാണ്, വെറുതെ മ്യൂസിക് ഇട്ട് ഡാൻസ് ചെയ്തോളൂ. നല്ല ഹെവി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യും. ഇപ്പോൾ സ്കിപ്പിങ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വർക്കൗട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് മെൻ്റലി ഇഷ്ടമില്ലാത്ത വർക്കൗട്ട് ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ല. സ്ട്രെസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് വെയിറ്റ് കൂടാനായിട്ട്. ടെൻഷൻ ഉണ്ടെങ്കിൽ സ്ട്രെസ് ഹോർമോൺ കൂടും, അപ്പോൾ വെയിറ്റ് കുറയത്തില്ല. അതുകൊണ്ട് സ്ട്രെസ് എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്തുക. നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. ഒരു ഫാമിലി ലൈഫോ, വീട്ടിലെ പ്രശ്നങ്ങൾ, ഓഫീസിൽ ജോലിയുടെ ഇടയ്ക്ക് എല്ലാം പ്രോബ്ലംസ് ഇല്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ. പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടേ എന്നുള്ളതിൽ ആണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. സ്ട്രെസ് കുറയ്ക്കാനായിട്ട് യോഗ, മെഡിറ്റേഷൻ ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഡിപ്രഷൻ, മൂഡ് സ്വിങ്, ഇതിനൊക്കെ ഡയറ്റും വർക്കൗട്ടും നല്ലൊരു പരിഹാരം തന്നെയാണ് കേട്ടോ. ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക, അതുപോലെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അധികം ആലോചിക്കാനുണ്ടാവില്ല. എപ്പോഴും നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിൽ പോയി കഴിഞ്ഞാൽ അത് വളരെ ബെറ്റർ ആയിരിക്കും മൂഡ് സ്വിങ്, ഡിപ്രഷനൊക്കെ കുറയ്ക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, വെയിറ്റ് നോക്കുന്ന ഒരു രീതിയാണ്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, വെയിങ് മെഷീനിൽ എപ്പോഴും കയറി നിൽക്കും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് വെയിറ്റ് ഒക്കെ നോക്കി, BMI ഒക്കെ നോക്കിയിട്ട് ഒന്ന് ഓക്കെ ആക്കി വെക്കുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. പിന്നീട് വെയിറ്റ് നോക്കേണ്ടത് 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം. എപ്പോഴും വെയിങ് കയറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോണില്ല. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ടെൻഷൻ വന്നു കഴിയുമ്പോൾ വെയിറ്റ് ഒട്ടും കുറയത്തില്ല. അതുകൊണ്ട് വെയിറ്റ് ആദ്യം നോക്കുക, അതിനുശേഷം 15 ദിവസത്തിന് ശേഷം വെയിറ്റ് നോക്കുക. പിന്നീട് നോക്കേണ്ടത് 30 ദിവസം ആകുമ്പോഴായിരിക്കണം. അങ്ങനെ വേണം വെയിറ്റ് നോക്കാനായിട്ട്. അല്ലാതെ എപ്പോഴും വെയിങ് കയറി നിന്ന് വെയിറ്റ് നോക്കരുത്. ഇനി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ലീപ്പ് മസ്റ്റാണ്. ഒരു 7 മണിക്കൂറെങ്കിലും ഉറക്കം, അത് നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക. ജങ്ക് ഫുഡ് നേരത്തെ പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് മൈദയുടെ ഉപയോഗം മാക്സിമം കൺട്രോൾ ചെയ്യാം. വല്ലപ്പോഴും ഇതൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. ഞാൻ റെഗുലർ കൺസംഷനാണ് ഉദ്ദേശിക്കുന്നത്. റെഗുലറായിട്ട് ഇതൊക്കെ അവോയ്ഡ് ചെയ്യും. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഫംഗ്ഷനുകളുടെ
ടൈമൊക്കെ വരുമ്പോൾ ഒരു പീസ് കേക്കൊക്കെ കഴിച്ചു എന്ന് വെച്ചൊന്നും അതൊന്നും നിങ്ങളുടെ വെയിറ്റിന് എഫക്റ്റ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, റെഗുലർ ആയിട്ട് നിങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അതാണ് മെയിനായിട്ട് നിങ്ങളുടെ വെയിറ്റ് കൂട്ടുന്നത്. നിങ്ങളുടെ ഇമോഷൻസും ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഫുഡും നമ്മുടെ ഇമോഷൻസുമായിട്ട് വളരെയധികം റിലേഷൻ ഉണ്ട്. ഭക്ഷണം നിങ്ങൾ കൺട്രോൾ ചെയ്ത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് പക്ഷെ നിങ്ങളുടെ മൈൻഡ് ഔട്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വളരെ കുറഞ്ഞ എമൗണ്ടിൽ ജസ്റ്റ് ഒന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ അൺഹെൽത്തി ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്നതിന് കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ എന്തൊക്കെയാണ് നിങ്ങളുടെ വെയിറ്റ് കൂട്ടുന്നതെന്നും നിങ്ങൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടതെന്നും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ്, ഫീസും ഡീറ്റെയിൽസും ഒക്കെ സെൻഡ് ചെയ്ത് തരാം. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.